തകർക്കുന്ന ബാധ. രണ്ടാമത്തെ ബാധയുടെ പേരെന്താണ്? സമ്പത്തിനെ തകർക്കുന്ന ബാധ. ആമേൻ. സമ്പത്തിനെ തകർക്കുന്ന ബാധ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ആമേൻ, അതിനകത്ത് വെളിപ്പെടുന്ന ഒരു വിടുതലുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ ഞാൻ ഈ ഒരു ഭാഗം മാത്രം പറയാനാണ് ഈ സന്ദേശം ഞാൻ എടുത്തത് തന്നെ. സ്തോത്രം. ഓക്കെ. അപ്പം സമ്പത്തിനെ തകർക്കുന്ന ബാധ എന്താണ്? സമ്പത്തിനെ തകർക്കുന്ന ബാധ എനിക്ക് വചനത്തിലൂടെയും ശുശ്രൂഷയുടെ വിവിധ അനുഭവങ്ങളിലൂടെയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. സ്തോത്രം. സമ്പത്തിനെ തകർക്കുന്ന ബാധ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയുന്നു, അത് കാലഘട്ടങ്ങളിൽ നിന്നും കാലഘട്ടങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സ്പിരിറ്റാണ് സമ്പത്തിനെ തകർക്കുന്ന ബാധ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു തലമുറയെ വിട്ട് അടുത്ത തലമുറയിലേക്ക് സഞ്ചരിക്കുന്നതാണ് സമ്പത്തിനെ തകർക്കുന്ന ബാധ. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, സ്തോത്രം, ഇതിനകത്തിരിക്കുന്ന പ്രായമുള്ളവരോട് പറയുന്നു, സ്തോത്രം, നിങ്ങളുടെ മാതാപിതാക്കൾ നല്ല വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നല്ല വീട്ടിൽ കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളും നല്ല വീട്ടിൽ കിടന്നുറങ്ങാൻ പാടില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നല്ല ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും നല്ല ആഹാരം കഴിക്കാൻ പാടില്ല. ഇനി നിങ്ങളുടെ മക്കൾ, ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, സ്തോത്രം, നിങ്ങൾ എങ്ങനെയാണോ കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഇവരും കഷ്ടപ്പെടണം. ഇല്ലായ്മയുടെ, വല്ലായ്മയുടെ, ദാരിദ്ര്യത്തിൻ്റെ, തകർച്ചയുടെ ഒരു പിന്തുടർച്ച എന്ന വണ്ണം തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് സർക്യൂട്ട് ചെയ്യുന്ന, സഞ്ചരിക്കുന്ന ഒരു ബാധ, അതൊരു പാരമ്പര്യം പോലെ വ്യാപരിക്കുന്ന ഒരു ബാധയാണ് സമ്പത്തിനെ തകർക്കുന്ന ബാധ. സ്തോത്രം. ആമേൻ. നമുക്കറിയാം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറയാം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന പഴഞ്ചൊല്ലുകളുണ്ട്. സ്തോത്രം. നമ്മുടെ യേശു പഴഞ്ചൊല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? പഴഞ്ചൊല്ല്. അപ്പോസ്തലന്മാരും പഴഞ്ചൊല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴഞ്ചൊല്ല്. സ്തോത്രം. നമ്മുടെ നാട്ടിലും നമ്മൾ പറഞ്ഞു വരുത്തുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതിലെ പഴഞ്ചൊല്ലാണ്. അതിവിടെ എത്തിയോന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. എത്താനാ സാധ്യത. എല്ലായിടത്തും എത്തിയിട്ടുണ്ടെന്ന് എൻ്റെ ചിന്ത. സ്തോത്രം. ഞാൻ അതിൻ്റെ ആദ്യം പറയുമ്പോൾ പകുതി നിങ്ങൾ പറയണമെന്നുള്ളതാണ്. സ്തോത്രം. എൻ്റെ പഴഞ്ചൊല്ലി ഇങ്ങനെയാണ്. സ്തോത്രം. ഡ്രൈവറുടെ മകൻ ഉണ്ടാവും. ഇവിടെ എത്തിയ സംഭവം. സ്തോത്രം. ഡോക്ടറുടെ മകൻ ഡോക്ടർ. സ്തോത്രം. ഇതെന്നോട് ആരാ പറഞ്ഞതെന്നറിയാമോ? എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതാ. അവരോട് ആര് പറഞ്ഞു കൊടുത്തു? അവരുടെ പുറകിൽ. ചുരുക്കി പറഞ്ഞാൽ തലമുറകളായി പറഞ്ഞു വരുന്ന ഒരു പഴമൊഴിയാണിത്. ഡോക്ടറുടെ മകൻ ഡോക്ടർ, ഡ്രൈവറുടെ മകൻ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറിയിൽ നിന്ന് ഡ്രൈവറുടെ മകൻ ഒരിക്കലും പ്രൊമോഷൻ ഇല്ല. ആ ദാരിദ്ര്യത്തിൻ്റെ പിന്തുടർച്ച. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നമ്മൾ പറഞ്ഞ് ഒരു പിശാച് പ്രൊഡക്റ്റായി. ഒരു പിശാച് ഉണ്ട് ഇപ്പം. അതിൻ്റെ പേരിലിപ്പോൾ ഒരു പിശാചുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കാം, നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങളെന്നെ സൂക്ഷിച്ച് നോക്കരുത്. നിങ്ങൾ കാലിനെ കണ്ടിട്ടുണ്ടോ? ചില ആലോചിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ കാലിനെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ശരിക്കും കാലിനെന്ന് പറഞ്ഞ ഒരാളുണ്ടോ? ഇല്ല. അത് ഐതിഹ്യമാണ്, അത് കഥയാണ്, ചരിത്രമല്ല, സാങ്കല്പികമാണ്. കഥയാണ്, ഐതിഹ്യമാണ്, സാങ്കല്പികമാണ്, കെട്ടുകഥയാണ്. അങ്ങനെ ഒരു ആള് ഇല്ല. കാലെന്ന് പറഞ്ഞ ഒരാൾ ഇല്ല. പക്ഷേ പറഞ്ഞ് ഇപ്പോൾ കാലൻ രംഗത്ത് വന്നിട്ടുണ്ട്. സ്തോത്രം. കാലൻ ആടിൻ്റെ പുറത്താണോ വരുന്നത്, പോത്തിൻ്റെ പുറത്താണോ വരുന്നത്? ആടിൻ്റെ പുറത്ത്, പിന്നെ പോത്തിൻ്റെ പുറത്ത്, അല്ലേ? പോത്തിൻ്റെ പുറത്ത്. കാലിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും പുള്ളി വന്ന വണ്ടിയുടെ പേര് നിങ്ങൾ പറഞ്ഞു, അല്ലേ? ശരിക്കും പറഞ്ഞാൽ പാവം കാലൻ ഇന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. പുള്ളി പണ്ടത്തെ പോലെ പോത്തിൻ്റെ പുറത്ത് തന്നെ ഇപ്പോഴത്തും വരവ്, അല്ലേ? എന്തെല്ലാം ഔഡി കാർ പോലെയുള്ളതിൽ ഒന്നാം തരം ജാഗ്വാർ പോലെയുള്ള വാഹനമൊക്കെ വന്നെങ്കിലും പുള്ളി ഇപ്പോഴും വന്ന് അതിൻ്റെ അകത്ത് തന്നെയാണ്. പുള്ളി പോത്തിൻ്റെ പുറത്ത് തന്നെയാണ് വരുന്നത്. ഇനി
സ്തോത്രം. ഈ പോത്തിന് പുറത്ത് വരുന്ന കാലൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു കയറില്ലേ? ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കണ്ടതുപോലെ പറയുന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ കാലിനെ കണ്ടിട്ടില്ല. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് എന്ത് ചെയ്തതാ? പ്രചരിപ്പിച്ചതാ. ഐതിഹ്യമാ, കെട്ടുകഥയാ, സാങ്കല്പികമാ. പക്ഷെ ഇന്ന് നിങ്ങൾക്കറിയാമോ, ചില സ്ഥലത്ത് പിശാച് വെളിപ്പെടുമ്പോൾ ഞാൻ കാലനാണെന്നും പറഞ്ഞ് വെളിപ്പെടുന്നുണ്ട്. പിശാച് എന്ത് ചെയ്യുന്നുണ്ട്? വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ അവനോട് ചോദിക്കും, എന്തുവാണെന്ന് നീ ഇങ്ങനെ കൈ ഇങ്ങനെ വീശി കാണിക്കുന്നു ചോദിക്കും. പറയും, അത് എൻ്റെ കയ്യിലിരിക്കുന്ന കയറാണെന്ന്. ഇവനെ കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്തതാണ്? വന്നതാണ് കാലൻ. സ്തോത്രം. നമ്മൾ പറഞ്ഞു വിടുന്ന പിശാച് ആ രൂപത്തിലും ഷേപ്പിലും അതേ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞതുപോലെ ഡ്രൈവറുടെ മകൻ അങ്ങനെ പ്രൊഡക്റ്റായ പിശാചുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇത്രയും വിശദമാക്കുന്നുള്ളൂ. സ്തോത്രം. അതൊരു പാരമ്പര്യ ശക്തിയായി മാറുകയാണ്. സ്തോത്രം. ആമേൻ. കാലങ്ങൾക്കപ്പുറത്ത് നമ്മുടെ പിതാക്കന്മാർ ഏത് തകർച്ചയിലൂടെ ജീവിച്ചുവോ അതേ തകർച്ച വരുന്ന തലമുറയ്ക്കും കിട്ടത്തക്ക വണ്ണം അവനും അതുപോലെ ആകത്തക്ക വണ്ണം സാമ്പത്തിക മണ്ഡലത്തെ തകർക്കുന്ന ഒരു ബാധ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു. ഈ 18-ാമത്തെ ദിവസം ആ ബാധ ചില കുടുംബങ്ങളെ വിട്ടൊഴിയണം. ആ ബാധ നമ്മുടെ തലമുറകളെ വിട്ടൊഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. സമ്പത്തിനെ തകർക്കുന്ന ബാധ. ആമേൻ. സ്തോത്രം. ഞാൻ എൻ്റെ സാക്ഷ്യം ചെറുതായിട്ടൊന്ന് പറയാം. സ്തോത്രം. എനിക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറയുമ്പോൾ ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്ക് 19 വയസ്സുണ്ട്. 19 വയസ്സുണ്ട് 9ൽ പഠിക്കുമ്പോൾ. 1 മാത്രമേ തോക്കാതെ ഉള്ളൂ. 2 കൊല്ലം, 3 കൊല്ലം, 4 കൊല്ലം. തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടും പോലെ വിദ്യാഭ്യാസം അങ്ങ് പൊട്ടിയതാണ്. നിങ്ങളുടെ ഈ വിദ്യാഭ്യാസം പഠിച്ചാതെ ബൈബിൾ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഇവരൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഗ്രാജുവേഷൻ ഞങ്ങളുടേതായിരുന്നു. സ്തോത്രം. അന്ന് അസംബ്ലി ഓഫ് ഗോഡിൻ്റെ ബൈബിൾ കോളേജുണ്ട്, പുനലൂരുള്ള ബൈബിൾ കോളേജ്. അവിടെ പഠിക്കണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാകണം. 10ാം ക്ലാസ് പാസ്സാകാത്തവർക്ക് ആ ഗേറ്റിൻ്റെ വാതിക്കൽ പോലും പോകാൻ പറ്റത്തില്ല. പക്ഷെ 9ാം ക്ലാസ്സും കുത്തിയുമായ എന്നെ സുവിശേഷ വേലയിൽ കർത്താവിന് കൊണ്ടുവരണം. എനിക്ക് വേണ്ടി മാത്രം തുറന്നൊരു കോളേജായിരുന്നു റാന്നി ബൈബിൾ കോളേജ്. സ്തോത്രം. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസമില്ല. എൻ്റെ അപ്പനും അമ്മയ്ക്കും വിദ്യാഭ്യാസമില്ല. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ആഗ്രഹമായിരുന്നു ഇവൻ എങ്ങനെയും 10ാം ക്ലാസ് എന്ത് ചെയ്യണമെന്ന്, പാസ്സാകണമെന്ന്. അപ്പോൾ കാശില്ലാഞ്ഞുകൊണ്ടല്ല, എൻ്റെ അപ്പന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ 10ാം ക്ലാസ് പഠിപ്പിക്കണമെന്ന്. പക്ഷേ അതിനുള്ള ബോധമില്ലാതെ പോയി. സ്തോത്രം. അന്ന് സിനിമയും കണ്ട് കൂട്ടുകെട്ടും നടത്തി, വല്ലവൻ്റെ അയ്യത്ത് കയറി കൊക്കോയും അടത്തി പേരക്കായും തല്ലിപ്പറിച്ച് സിനിമയും കണ്ട് നടന്നത് കൊണ്ട് പഠിക്കാനൊന്നും എന്ത് ചെയ്തില്ല, പോയില്ല. 9ാം ക്ലാസ്സിൽ 19ാമത്തെ വയസ്സിൽ പഠിക്കുമ്പോഴും സ്തോത്രം മലയാളം നേരെ വായിക്കാൻ അറിയാൻ പാടില്ല. അതാ വിദ്യാഭ്യാസം. പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഈ പുസ്തകം എടുക്കാൻ വിദ്യാഭ്യാസം അല്ല വേണ്ടത്. ഈ പുസ്തകം എടുക്കാൻ വേണ്ടത് അഭിഷേകമാണ്. അഭിഷേകമാണ്. സ്തോത്രം. ഇന്ന് കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ ജില്ലകളിൽ, ഇന്ത്യയുടെ അനേക സംസ്ഥാനങ്ങളിൽ, ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ പോയി യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം സ്തോത്രം, അത് അഭിഷേകം കാര്യങ്ങളെ ചെയ്യും. അഭിഷേകം ഉണ്ടോ നമ്മളെ പരാജയപ്പെടുത്താൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. സ്തോത്രം. തിരിച്ചറിയാൻ പറ്റുന്നത്. നിങ്ങളോട് ഞാൻ പറയുന്നത്, പഠിക്കാൻ ബുദ്ധിയില്ലെങ്കിലും മെമ്മറി പവർ ഇല്ലെങ്കിലും കഴിവില്ലെങ്കിലും സ്തോത്രം, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങളുടെ ചരിത്രം മാറും. അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങിയാൽ നിങ്ങളുടെ ചരിത്രം മാറും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൊതിക്കണം, പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണം, എൻ്റെ മേൽ അഭിഷേകം ഇറങ്ങണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സകല പാരമ്പര്യവും പകരുക തന്നെ ചെയ്യും. സ്തോത്രം. ആമേൻ. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസമില്ല. ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് 2 പിള്ളേരുണ്ടായി. അവർ പള്ളിക്കൂടത്തിൽ പോകാൻ തുടങ്ങിയപ്പോൾ ആ ചരിത്രം മനസ്സിലായത് അവർ ഞാൻ പഠിക്കും പോലെ പഠിക്കുക. ഞാൻ പഠിക്കും പോലെ പഠിച്ചാൽ എങ്ങനെ ഇരിക്കും?
8 നില പൊട്ടും. സ്തോത്രം. ഒരു ദിവസം ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്തോത്രം ദൈവം എന്നോട് പറഞ്ഞു, നിൻ്റെ 2 തലമുറയുടെ തലമേ കൈവച്ച് സ്തോത്രം അവരെ വേർതിരിച്ച് പ്രാർത്ഥിക്കണം. 4-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ തന്നു. ആമേൻ. യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന വാക്യം തലമുറ 2 പേരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യവും ഇവരുടെ മേൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സർക്യൂട്ടിനെ കട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ആ പാരമ്പര്യത്തെ ശാസിച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എന്ന് അത് പറയുമ്പോൾ തന്നെ സ്തോത്രം ദൈവം പറഞ്ഞത് അനുസരിച്ചു എന്നുള്ള കാരണം കൊണ്ട് ദൈവം അത് നീതിക്കായി കണക്കിട്ടു. സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം. അവരുടെ ബുദ്ധിയെ ദൈവം അങ്ങ് തുറന്നു. സ്തോത്രം. അവർ 2 പേരും നല്ലവണ്ണം പഠിക്കാൻ തുടങ്ങി. ആ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. അവരെന്ത് പഠിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ അതും കൊണ്ടേ അവർ വന്നിട്ടുള്ളൂ. അത്തരത്തിൽ ദൈവം ആ പാരമ്പര്യത്തെ തകർക്കുകയായിരുന്നു. ആമേ. 2ാം പിള്ളേരാണ്. മൂത്ത മോനെ അവനിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞിട്ട് നെബോഷ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ആമേ ദുബൈയിലുള്ള ഒരു വലിയ കമ്പനിയുടെ സേഫ്റ്റി ഓഫീസറായിട്ട് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇളയവൻ അവൻ BCom കഴിഞ്ഞു. സ്തോത്രം. അമേരിക്കൻ CA എന്ന് പറഞ്ഞാൽ ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ്, അതിൻ്റെ 7ാമത്തെ പേപ്പർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആ സർക്യൂട്ടിനെ സ്വർഗം പൊളിച്ചതാണ്. സ്തോത്രം. ആ സർക്യൂട്ടിനെ ദൈവം പൊളിച്ചതാണ്. സ്തോത്രം. പിള്ളേർക്ക് വേണ്ടി ഒരു ഇൻസ്പിറേഷന് വേണ്ടി ഞാനൊരു സംഭവം പറയാം. അഭിഷേകത്തോട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാം. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭിഷേകത്തിന് വേണ്ടി നിർബന്ധിക്കണം. സ്തോത്രം. അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാമോ അതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം. സ്തോത്രം. ആമേൻ. ഈ അടുത്തിടയ്ക്ക് ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ട് ഇവരോട് പറയാം. ഈ അടുത്തിടയ്ക്ക് ഒരു സ്ഥലത്ത് കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ദൈവദാസന്മാർ പ്രാർത്ഥിക്കുക, ശുശ്രൂഷിക്കുക. അതിലൊരു കുഞ്ഞു മാത്രം കണ്ണടയ്ക്കുകയോ പ്രാർത്ഥിക്കുകയോ അഭിഷേകത്തിന് വേണമെന്ന് പറയുകയൊന്നും ചെയ്യുന്നില്ല. ആ കുഞ്ഞിനോട് പാസ്റ്റർ ചോദിച്ചു, കുഞ്ഞെ നീ എന്താ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തേ? നീ എന്താ കണ്ണടയ്ക്കാത്തേ? നീ എന്താ അഭിഷേകത്തിന് വേണ്ടി അത് പ്രാർത്ഥിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ അമ്മ പ്രാപിച്ച അഭിഷേകമാണെങ്കിൽ എനിക്ക് വേണ്ടത്. എൻ്റെ അമ്മ പറയുന്ന അന്യഭാഷയാണെങ്കിൽ അഭിഷേകമാണെങ്കിൽ എനിക്ക് വേണ്ട. കാരണം അമ്മ അന്യഭാഷ മാത്രമല്ല പറയുന്നത്. സ്തോത്രം. അമ്മ പറയുന്നതൊക്കെ ഞാൻ ഡെയിലി കേൾക്കുന്നുണ്ട്. അപ്പനുമായിട്ടുണ്ടാക്കുന്ന പ്രശ്നം കാണുന്നുണ്ട്. കുടുംബത്തിന് ഉണ്ടാക്കുന്ന അലപ്പ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മ പ്രാപിച്ച അഭിഷേകമാണ് എനിക്ക് വേണ്ട. സ്തോത്രം. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ചവർ പറയുമോ മര്യാദയ്ക്ക് ജീവിക്കണം. സ്തോത്രം. അന്യഭാഷ പള്ളിക്കകത്ത് കയറി അന്യഭാഷയും പുറത്തോട്ടിറങ്ങുമ്പോൾ അന്യായ ഭാഷയും. സ്തോത്രം. ആ പരിപാടിയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ പിള്ളേരുടെ മുമ്പിൽ നിങ്ങൾ മാതൃകയോടെ ജീവിക്കണം. സ്തോത്രം. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നെന്ന് ചോദിച്ചാൽ ഈ പിള്ളേർ കൈവിട്ടു പോകും. സ്തോത്രം. ഇപ്പം നിങ്ങൾക്ക് ഇവരെ വളർത്താം. ഒരു 23, 24 ആകുമ്പോൾ വളർത്താൻ ചെല്ലരുത്. അന്നേരം അവർ വളർന്നിരിക്കും. ഇനി അവർക്കറിയാം എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ടെന്നും. സ്തോത്രം. എനിക്കറിയാം ഇന്ന് ചില മാതാപിതാക്കളുടെ കണ്ണിൽ നിന്നും രക്തമാണ് ഒഴുകുന്ന രക്തം. സ്തോത്രം. എന്താ? പക്ഷേ പ്രാർത്ഥിക്കാൻ വരുന്നില്ല, യോഗത്തിന് വരുന്നില്ല, അവനെപ്പോഴും മൊബൈലിനകത്താണ്, അവന് കൂട്ടുകെട്ടിനകത്താണ്, അവനിപ്പോൾ വരുന്നില്ല, അവളിപ്പോൾ വരുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. കരയുക. ഞാൻ ചോദിക്കുന്നത് ഇത്ര ഉള്ളപ്പോൾ കിട്ടിയതല്ലേ? ഇപ്പം കളിക്കുന്നില്ലേ? വളർത്തണം. അറിയുക, വളർത്തണം. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെയൊക്കെ ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ, ബമ്പർ അടിച്ചാൽ രക്ഷപ്പെടും സഹോദരി, അടിച്ചാൽ രക്ഷപ്പെടും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? വളർത്തണം. കൃത്യമായിട്ടും വളർത്തണം. അഭിഷേകത്തിലേക്ക് അവരെ കൊണ്ടുപോകണം. ശരിയായ അഭിഷേകം അവരിൽ വെളിപ്പെട്ടാൽ സ്തോത്രം. ആമേൻ. ദൈവം അവരുടെ ബുദ്ധിയെ ദൈവം തുറക്കും. സ്തോത്രം. നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങളുടെ തലമുറയിലൂടെ ദൈവം പറ്റിക്കും. സ്തോത്രം. എനിക്ക് സ്തോത്രം. എൻ്റെ ഭാര്യയുടെ ചേച്ചി അവരെ തയ്യക്കാരിയാണ്. സ്തോത്രം. ഭർത്താവ് നേരത്തെ മരിച്ചു. സ്തോത്രം. ഒരു റബ്ബർ തോട്ടത്തിനകത്ത് ഇതിനേക്കാൾ ചെറിയ ഓടിട്ട ഒരു വീടിനകത്ത് അവർ താമസിച്ചതാണ്. ഒരു റബ്ബർ തോട്ടത്തിനകത്ത് കറണ്ട് തന്നെ വന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. വളരെ ഇല്ലായ്മയും ജീവിച്ച 2 പെൺപിള്ളേർ. അവരുടെ ഭാവി എന്തായിരിക്കും? പക്ഷേ
തയ്യലാണ്, ദാരിദ്ര്യമാണ്, ഇല്ലായ്മയാണ്. പക്ഷേ ദൈവകൃപയിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തിയത് കൊണ്ട് സ്തോത്രം. ഇന്ന് മൂത്ത ചേച്ചി 2 പെൺപിള്ളേരും 2 രാജ്യത്താണ് ഇപ്പോൾ അവർ. ആ സഹോദരി എന്താണ് ആയൂരാണ് താമസിക്കുന്നത്. ആയൂർ ബസ് സ്റ്റാൻഡ് വരെ ചൊവ്വേന്നേരം കണ്ടു കാണത്തില്ല. അവർ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ പോയിട്ട് വന്നേക്കുവാ. സ്തോത്രം. 6 മാസം ജർമ്മനിയിലായിരുന്നു. ഇപ്പോൾ ദേ അടുത്തത് ദോഹയ്ക്ക് പോകുക. ഞാൻ പറഞ്ഞ പോലെ പിടി കിട്ടിയോ? സ്തോത്രം. നമ്മുടെ പിള്ളേരിലൂടെ നമുക്ക് എത്താൻ പറ്റുന്നിടത്ത് ദൈവം എത്തിക്കും. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തണം. സ്തോത്രം. ഇനി ഇവരോട് പറയുക സ്തോത്രം. എൻ്റെ 2 ആമക്കളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മൂത്ത ദുബൈലാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവനെ ആമേൻ സ്തോത്രം, അവന് സേഫ്റ്റി ഓഫീസറായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ അവന് എക്സ്പീരിയൻസ് ഇല്ല. അവൻ പഠിച്ചതേ ഉള്ളൂ, എക്സ്പീരിയൻസ് ഇല്ല. ശരിക്കും സേഫ്റ്റി വിഭാഗത്തിലുള്ള ആൾക്കാർക്കറിയാം എക്സ്പീരിയൻസ് ഇല്ലാതെ ജോലിക്കെടുക്കത്തില്ല. പക്ഷേ ദൈവം തുറന്ന വഴിയായിരുന്നു, ദൈവം പറഞ്ഞ ദൂതായിരുന്നു. അത് അതുപോലെ നിവൃത്തിയായി അവൻ സേഫ്റ്റി ഓഫീസറായിരിക്കുക. അപ്പോൾ ഈ സേഫ്റ്റി ഓഫീസറായിട്ട് അവൻ ജോലി ചെയ്യുമ്പോൾ അവൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ട്. അവൻ്റെ അടുക്ക വന്നു ഒരു ദിവസം പറഞ്ഞത്, നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന കാരണം കൊണ്ട് നിൻ്റെ CV എൻ്റെ ടേബിളിൻ്റെ പുറത്ത് വരത്തില്ലെന്ന്. നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന കാരണം കൊണ്ട് നിൻ്റെ CV എൻ്റെ ടേബിളിൻ്റെ പുറത്ത് എത്തത്തില്ല. ഇനി ഏതെങ്കിലും വിധത്തിൽ എത്തിയാൽ, നീ ഈ കമ്പനിക്കകത്ത് ജോലിക്ക് കയറിയാൽ, നീ ഒരു സേഫ്റ്റിയുടെ അസിസ്റ്റൻറ്റിൻ്റെ കീഴിൽ നിന്ന് പണി പഠിക്കണം. അസിസ്റ്റൻറ്റിൻ്റെ കീഴിൽ നിന്ന് പണി പഠിക്കണം. സ്തോത്രം. അത് എത്ര നാളാണെന്നറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സാലറിയിൽ അസിസ്റ്റൻ്റിൻ്റെ കീഴിൽ നിന്ന് ചിലപ്പോൾ 2 വർഷമോ ചിലപ്പോൾ 3 വർഷം ചിലപ്പോൾ 4 വർഷമാകും അവിടെ നിന്ന് പഠിക്കണം. എന്നിട്ട് നീ പിന്നെ അസിസ്റ്റൻ്റ് ആവണം. അസിസ്റ്റൻ്റിൻ്റെ കീഴിൽ നിന്ന് പണിയുന്നവൻ്റെയും അസിസ്റ്റൻറ്റിൻ്റെയും കഷ്ടപ്പാട് ഇപ്പോൾ അവൻ കാണുന്നുണ്ട്. അവൻ അസിസ്റ്റൻ്റായിട്ട് നിന്ന് പിന്നെയും 3-4 വർഷം ചെയ്യണം. എന്നിട്ട് വേണം നീ സേഫ്റ്റി ഓഫീസറാവാൻ. അപ്പോൾ ഇത്രയും പ്രൊസീജിയറുകൾ, ഇത്രയും റൂട്ടിലൂടെ മാത്രമേ നിനക്ക് സേഫ്റ്റി ഓഫീസറാകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതൊന്നുമില്ലാതെ ഒറ്റയടിക്ക് നീ എൻ്റെ മുമ്പിൽ സേഫ്റ്റി ഓഫീസറായിട്ട് നിൽക്കുക. ആ മനുഷ്യൻ പറഞ്ഞു, ഒരു വാക്കൂടെ പറയാം, നിൻ്റെ മേൽ എന്തോ ഒന്നുണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ മേൽ എന്തോ ഒന്നുണ്ട്. അവൻ്റെ മേലുള്ളത് എന്നാ ഞാൻ പറയട്ടെ മക്കളെ? അവൻ്റെ മേൽ അഭിഷേകമുണ്ട്, അവൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വചനം പറയുമ്പോൾ എനിക്ക് സന്തോഷത്തോടും അഭിമാനത്തോടും പറയാൻ പറ്റുന്ന കാര്യമുണ്ട്. എൻ്റെ 2 കുഞ്ഞുങ്ങളും എന്നേക്കാൾ അഭിഷേകമുള്ളവരാണ്, എന്നേക്കാൾ പ്രാർത്ഥിക്കുന്നവർ, എന്നേക്കാൾ വെളിപ്പാട് പറയുന്നവർ, എന്നേക്കാൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, സ്തോത്രം, അഭിഷേകം പ്രാപിക്കണം. എന്താ പ്രാപിക്കണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അത് ചുമ്മാ പള്ളിക്കകത്ത് കൈയടിച്ച് ബഹളം വെക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തെ തന്നെ തിരിക്കുക, അത് നമ്മുടെ ജീവിതത്തെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് മാതാപിതാക്കൾ, ആമേൻ, സഭ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. ആമേ, അവർ ഡോക്ടറോ കളക്ടറോ ആയിക്കോട്ടെ, അവർ പഠിച്ചോട്ടെ, അപ്പം തന്നെ നമുക്ക് നിർബന്ധം ഉണ്ടാകണം, കർത്താവേ ഇവരുടെ മേൽ അഭിഷേകം ഉണ്ടാവണം. സ്തോത്രം. അഭിഷേകം പ്രാപിച്ചവരെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അങ്ങനെ ജീവിക്കുകയും കൂടെ ചെയ്യണം. എങ്കിലേ അവർക്ക് അഭിഷേകത്തിന് കൊതി ഉണ്ടാവത്തുള്ളൂ, ആഗ്രഹം ഉണ്ടാവത്തുള്ളൂ. സ്തോത്രം. ആമേൻ. വലിയ അഭിഷേകം, ആമേൻ, നമ്മുടെ തലമുറകളുടെ മേൽ വെളിപ്പെടട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് വിദ്യാഭ്യാസമില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസമില്ല. അടുത്ത ജനറേഷൻ വന്നപ്പോൾ, എൻ്റെ തലമുറ വന്നപ്പോൾ അവരും അതിലൂടെ സഞ്ചരിക്കുകയാണ്. എന്നാൽ ആ സ്പിരിറ്റിനെ, ആ സമ്പത്തിനെ തകർക്കുന്ന ബാധയെ സ്വർഗം വെട്ടിമാറ്റിയത് കൊണ്ട് ഇന്ന് പകൽ ആ ചരിത്രം തന്നെ മാറാനിടയായി. ആമേൻ. അമ്മ ഒരു സ്വോത്രം പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അമ്മ ഒരു സ്വോത്രം പറഞ്ഞ മാമേ, ഉറക്കം വരുന്നോ? ഉറങ്ങരുത്, ഉറങ്ങിയതിനെ എഴുന്നേപ്പിച്ച് നിർത്തും. സ്വോത്രം. അമ്മ ഒരു സ്വോത്രം പറയുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അമ്മ ഇച്ചിരി കഴിഞ്ഞ് പറയുമെന്ന് വിചാരിച്ചെങ്കിലും അമ്മ അങ്ങ് പറയുന്നില്ല. സ്വോത്രമൊക്കെ പറഞ്ഞേ. ആമേൻ. സ്വോത്രം. ആമേൻ. ശ്രദ്ധിച്ചേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ. സ്വോത്രം. നമ്മൾ നാട്ടുകാർ ഒന്നാമത് ഇവിടെ ഒച്ച വെക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ടാണോ? അങ്ങനെയുണ്ടോ ഇപ്പോൾ? ഇല്ലല്ലേ? ആമേൻ. സ്വോത്രം. നീ പരിജ്ഞാനം കയറിയതാണോ നമുക്കറിയത്തില്ലേ, പറയാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചിരിക്കും. ദൈവസേന ഇരിക്കുമ്പോൾ സ്തോത്രമൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് വചനമൊക്കെ കേട്ട് സന്തോഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആമേൻ. സ്തോത്രം. ഓക്കെ, ഞാൻ പറഞ്ഞവരെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞു വന്നേ?
സമ്പത്തിനെ തകർക്കുന്ന ബാധ, സമ്പത്തിനെ തകർക്കുന്ന ബാധ. അതെൻ്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട് സഞ്ചരിച്ചതാണ്. പക്ഷെ ദൈവം അതിനെ അടിച്ച് ദൂരെ കളഞ്ഞു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ എന്തിനാ ഇത് പ്രസംഗം ചോദിച്ചാൽ, സ്തോത്രം, എന്നും ഇല്ലായ്മയുടെ, എന്നും വല്ലായ്മയുടെ, എന്നും ദാരിദ്ര്യത്തിൻ്റെ, എന്നും തകർച്ചയുടെ ആ അവസ്ഥയിലൂടെ നമ്മൾ പോകരുത്. സ്തോത്രം. നമ്മളാ പോയി നമ്മുടെ തലമുറയെങ്കിലും രക്ഷപ്പെടണം. സ്തോത്രം. അതിനു വേണ്ടിയിട്ടുള്ള മെസ്സേജാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് പകൽ അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഒരു വ്യാപാരമുണ്ടെന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇന്ന് പകൽ സമ്പത്തിനെ തകർക്കുന്ന ആ ബാധ യേശുവിൻ്റെ നാമത്തിൽ ഒഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ആമേൻ. ഞാൻ ഈ സമ്പത്തിനെ തകർക്കുന്ന ബാധയോടുള്ള ബന്ധത്തിൽ ഒന്ന് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ പറ്റി എന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു സംഭവം കൂടെ വേഗത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, സ്തോത്രം, എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ വീടാണ്. എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ വീട്. സ്തോത്രം. അവർ സാധുക്കളാണ്, വളരെ സാധുക്കളാണ്. അങ്ങനെ സാധുക്കളായിട്ട് അവർ ജീവിക്കുമ്പം, സ്തോത്രം, അവർ 2 പിള്ളേരുണ്ട്. 2 പിള്ളേർ സാധുക്കളാണ്. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ സേവിക്കുന്നവരാണ്. വിശ്വസ്തയോടെ സേവിക്കുന്നവരാണ്. സാധുക്കളാണെങ്കിലും വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നവരാണ്. സ്തോത്രം. അവർക്കൊരു പഴയ വീടുണ്ട്. ആ പഴയ വീട് അവർ മാറ്റിയിട്ട് പുതിയ വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുക. അത് സർക്കാരിൻ്റെ ലോണിലൂടെ. സ്തോത്രം. ആദ്യത്തെ ഗഡു കിട്ടിയപ്പോൾ അവർ ചെയ്ത ഒരു കാര്യം, പഴയ വീട് അവർ പൊളിച്ചിട്ട് ഒരു പേസ്മെൻ്റ് അവർ കെട്ടി. എന്നിട്ട് പ്ലാസ്റ്റിക് കൊണ്ടൊരു ഷെഡ് ഉണ്ടാക്കി. താൽക്കാലികം താമസിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കൊണ്ട് ഷെഡും കടിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? വർഷങ്ങൾ ആ പ്ലാസ്റ്റിക് ഷെഡിനകത്ത് കിടക്കേണ്ടി വന്നു. വർഷങ്ങൾ. ആ പേസ്മെൻ്റ് കരിമ്പായിൽ പിടിച്ച് ആലുകിളുത്ത് ഇടിഞ്ഞ് പൊടിഞ്ഞ് തകർന്നു വീണു. ആ പ്ലാസ്റ്റിക് ഷെഡിനകത്ത് അവർ താമസിക്കുക. സ്തോത്രം. ഞാൻ എപ്പോഴും ആ വീട്ടിൽ പോകാറില്ല. വല്ലപ്പോഴും കൊച്ചിയിൽ എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഒന്ന് കയറി ഇറങ്ങി പോകും എന്നുള്ളതല്ലാതെ വലിയ ഇതില്ല. ഞാൻ എന്ന് എന്നാലും ഇതിൻ്റെ പകുതിയെ കാണത്തുള്ളൂ. അടുക്കളയും ബെഡ്റൂമും കിച്ചണും എല്ലാം അതിനകത്ത് തന്നെ. അടുക്കളയും കിച്ചണും ഒന്നാണല്ലോ. എല്ലാം ഒന്നിച്ച് തന്നെ. അപ്പനും അമ്മയും 2 പിള്ളേരും. സ്തോത്രം. എന്ന് എന്നാലും കീറിയ ഉടുപ്പ്, കീറിയ നൈറ്റ്, പിന്നെന്തുവാ അവരുടെ ദേശീയ ആഹാരം എന്ന് പറയുന്നത് അച്ചാറും കഞ്ഞിയുമാണ്. പിന്നെ ചില ദിവസം മാത്രം കഞ്ഞിയും അച്ചാറും. അതിങ്ങനെ തിരിച്ചും മറിച്ചും കഴിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ആഹാരമില്ല, നല്ല വസ്ത്രമില്ല, നല്ല വീടില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുക. തകർന്ന അവസ്ഥയിൽ ജീവിക്കുക. അങ്ങനെ തകർന്ന അവസ്ഥയിൽ ജീവിക്കുമ്പോഴും, സ്തോത്രം, ആമേൻ, ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എത്ര തകർന്ന അവസ്ഥയിൽ ജീവിച്ചാലും, നിങ്ങൾ എത്ര ഇല്ലായ്മയിൽ ജീവിച്ചാലും, നിങ്ങൾ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചാൽ സക്കരിയാവിന് ചീട്ട് വീണതുപോലെ നിങ്ങൾക്ക് ചീട്ട് വീഴും. സ്തോത്രം. സക്കരിയാവിന് ചീട്ട് വീണതുപോലെ നിങ്ങൾക്ക് ചീട്ട് വീഴും. സ്തോത്രം. ഈ ചരിത്രത്തെ മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആമേൻ. സ്തോത്രം. അവൾ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു. വിശ്വസ്തയോടെ അവർ കർത്താവിനെ സേവിച്ചത് നിമിത്തം എന്താ സംഭവിച്ചെന്ന് കേൾക്കാമോ? വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചത് നിമിത്തം, ആമേൻ, ആ മൂത്ത മകൻ്റെ ബുദ്ധിയെ ദൈവം അങ്ങ് തുറന്നു. അവൻ്റെ ബുദ്ധിയെ ദൈവം തുറന്നു. അവൻ +2 നല്ല മാർക്കോടെ അങ്ങ് പാസ്സായി. സ്തോത്രം. ആമേൻ. സ്തോത്രം. +2 നല്ല മാർക്കോടെ പാസ്സായി. അവൻ 4 വർഷം BSc നേഴ്സിംഗ് പഠിച്ചു. നോർമൽ ഗ്രാജുവേറ്റായി. അവനെ സ്തോത്രം 1 വർഷം എക്സ്പീരിയൻസ് ജോലി ചെയ്തു. എക്സ്പീരിയൻസ് തീർന്ന ദിവസം തന്നെ, സ്തോത്രം, ദുബൈയിലുള്ള രാജാവിൻ്റെ ഹോസ്പിറ്റലിൽ വലിയ സാലറിയോടുകൂടി അവൻ ജോലി പ്രവേശിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ ദൈവം തുറന്നു കൊടുത്തൊരു വഴിയായിരുന്നു അത്. സ്തോത്രം. എന്നിട്ട് കുറച്ച് നാൾ മുമ്പോട്ട് പോയപ്പം, സ്തോത്രം, കുറേ കടമുണ്ടായിരുന്നു. ആ കടമെല്ലാം അങ്ങ് വീട്ടിൽ. എന്നിട്ട് നല്ല ഒന്നാന്തരം ഒരു എൻജിനീയറിനെ കൊണ്ടുവന്നിട്ട് ആ പേസ്മെൻ്റ് അടിച്ച് ദൂരെ കളഞ്ഞിട്ട് നല്ല ഒന്നാന്തരം വീടങ്ങ് വെച്ചു. നല്ല ഉഗ്രനൊരു വീടങ്ങ് വെച്ചു. സ്തോത്രം. എന്നിട്ടേ, സ്തോത്രം, കീറിയ നൈറ്റിയും കീറിയ ഉടുപ്പും എല്ലാം അങ്ങ് മാറ്റി നല്ല ഒന്നാന്തരം വസ്ത്രം ധരിച്ചു. നമ്മുടെ കഞ്ഞി ഉണ്ടല്ലോ,
കഞ്ഞിയുടെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് നല്ല ഒന്നാം തരം ചോറ് വാരി തിന്നാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ നല്ല വീടായി, നല്ല വസ്ത്രമായി, നല്ല ആഹാരമായി, എല്ലാ രീതിയിലും അങ്ങനെ മെച്ചപ്പെട്ട് കണ്ണായ സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലവും വാങ്ങിച്ച് കാര്യങ്ങളെല്ലാം വൃത്തിയായി അടുത്ത വീട് വെക്കാനുള്ള പരിപാടിയായി പെങ്ങളെ കെട്ടിച്ചു വിട്ടു. എല്ലാ നിലയിലും നല്ല ശരിക്ക് കയറി വരിക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ ദുബൈയിൽ നിന്ന് അവൻ്റെ അപ്പനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണല്ലോ. എന്തു പറ്റിയടാ മോനെ എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു, എനിക്ക് കഠിനമായ തലവേദന. ഞാൻ ജോലി ചെയ്യുന്ന രാജ്യത്ത് ചെക്കപ്പുകളും നടത്തി മെഡിസിൻ കഴിച്ചു, എനിക്ക് യാതൊരു കുറവുമില്ല. ഈ രാജ്യത്തുള്ള പല ഹോസ്പിറ്റലുകളിൽ ഞാൻ ചെക്കപ്പുകൾ നടത്തി മരുന്ന് കഴിച്ചു, എനിക്കൊരു വ്യത്യാസവും ഇല്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പലപ്പോഴും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഞാൻ റൂമിനകത്താണ്, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എന്തായാലും പപ്പയും മമ്മിയെല്ലാം രക്ഷപ്പെട്ടില്ലേ, പെങ്ങളെ കെട്ടിച്ച് വിട്ടില്ലേ, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയില്ലേ, എനിക്ക് വയ്യ, ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ. അവൻ അനാത്മീകനായതുകൊണ്ടോ ജഡീകനായതുകൊണ്ടോ പറഞ്ഞതല്ല, വേദനയുടെ കാഠിന്യത്തിൽ അവൻ അങ്ങനെ പറഞ്ഞതാണ്. എന്തുവാകട്ടെ, സ്തോത്രം, ആമേൻ. മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു, ദൈവം ഒരു അത്ഭുതം ചെയ്തു. സ്തോത്രം. ഒരു അവധിക്ക് നാട്ടിൽ വരാം, പെട്ടെന്നൊരു അവധി കിട്ടി, നാട്ടിൽ വന്നു. സ്തോത്രം. ഇവിടെ വന്നിട്ട് മെഡിക്കൽ കോളേജ്, മെഡിക്കൽ ട്രസ്റ്റ്, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഒക്കെ കയറി ഇറങ്ങി നമ്മൾ രക്തസ്രവക്കാരുടെ ചരിത്രം പറഞ്ഞതുപോലെ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് അവരാ പഴയ കഞ്ഞിയിലേക്ക് തിരിച്ചു വന്നു, അവരാ പഴയ തകർച്ചയിലേക്ക് തിരിച്ചു വന്നു, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. സ്തോത്രം. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പം ചില ആപത്തിൽ മുമ്പോട്ട് പോകുമ്പം എൻ്റെ അമ്മയുടെ അനിയത്തിലെ മോൻ്റെ കാര്യം പറയുന്നത്, എൻ്റെ അമ്മ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതുപോലെ ചെറുക്കൻ വന്നിട്ട് കുറേ ദിവസമായി, അവനെന്തോ വയ്യെന്ന് പറയുന്നു, ഒന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ എൻ്റെ സ്വകാര്യ പ്രാർത്ഥനയിൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നാളെ രാവിലെ നീ അവൻ്റെ വീട്ടിൽ പോകണം. ഞാൻ ഒരു കാര്യം പറയുവാണ്. സ്തോത്രം. ഈ ചിലർക്ക് വേണ്ടി ദൈവദാസന്മാരുടെ ഇരിപ്പുണ്ടല്ലോ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം പെട്ടെന്ന് വെളിപ്പാട് കിട്ടും, പെട്ടെന്ന് അരുളപ്പാട് കിട്ടും, പെട്ടെന്ന് നിയോഗം കിട്ടും. അതെന്താ കാര്യം എന്നറിയാമോ? തനിക്ക് പ്രിയമുള്ളവരെ വിടുവിക്കേണ്ടതിന് അവൻ വലങ്കരം നീട്ടി ഉത്തരം പറഞ്ഞു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കുടുംബത്തിനകത്ത് ദൈവത്തിന് ഓർക്കാൻ ഒരാളെങ്കിലും വേണം. എല്ലാം ഒരുപോലെ ഉറക്കം തൂങ്ങികളാവരുത്, എല്ലാം ഒരുപോലെ ഉഴപ്പരുത്, എല്ലാം ഒരുപോലെ ജഡികരാവരുത്, എല്ലാം ഒരുപോലെ അനാത്മികരാവരുത്. കുടുംബത്തിനകത്ത് 4 എണ്ണം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഓർക്കാൻ ഒരാളെങ്കിലും, ഞാൻ ഇങ്ങനെ പറയുന്നു, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരാളെ ഓർത്ത് ദൈവം ഒരിക്കലാണ്. ഞാനിങ്ങനെ പറയുന്നു, ദാവീദിനെ ഓർത്ത് ശലോമോനോട് ദീർഘക്ഷമ കാണിച്ചതുപോലെ ദൈവം ചിലരെ ചില സമയത്ത് ഓർക്കും. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് ഓർക്കാൻ കുടുംബത്തിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൂത് കേൾക്കുന്നത്, നിന്നെ ദൈവം കേൾപ്പിക്കുന്നത് വൃഥാവല്ല, ചില പാരമ്പര്യ ശക്തിയെ തകർക്കാനാണ്. സ്തോത്രം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ രക്തസ്രവക്കാരി അത് കേട്ടതാണ് അവളിലേക്ക് വിശ്വാസമായി പരിണമിച്ചത്. ഇന്ന് പകൽക്കാലം ഈ ദൂത് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ആമേൻ, നിന്റെ സമ്പത്തിനെ തകർക്കുന്ന ആ ബാധയുടെ പാരമ്പര്യത്തെ ഇന്ന് പകൽ തകർക്കത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവത്തിന് ഓർക്കാൻ ഒരാളെങ്കിലും കുടുംബത്തിനകത്ത് വേണം. സ്തോത്രം. ദൈവാത്മ പറഞ്ഞു, നാളെ രാവിലെ നീ അവൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ വൈഫുമായി വാഹനത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടത് ഒരു മരണവീട് പോലെ ഒരു അന്തരീക്ഷമാണ് അവിടെ കണ്ടത്. ഞാൻ ആ ചെറുക്കനെ കണ്ടപ്പോൾ അവൻ്റെ നെറ്റിയിലെ ചന്ദനം വാരി തേച്ച പോലെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, എടാ ചെറുക്ക എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, വേദന വരുമ്പം എന്ത് മെഡിസിൻ കഴിച്ചാലും വേദന മാറിയല്ല. പിന്നെ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ബാമുണ്ടല്ലോ, ടയർ ബാം, അതിങ്ങനെ വാരി തേക്കും. തേച്ച്
നെറ്റിലെ തൊലിയെല്ലാം മാംസമെല്ലാം വെന്ത് കരിഞ്ഞുണങ്ങി ഒരു വല്ലാത്ത അനുഭവത്തിലിരിക്കുകയാണ്. കഠിനമായ വേദന. സ്തോത്രം. എന്തായാലും അല്പനേരം വചനമൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചതും അവനിൽ വ്യാപരിച്ച ദുരാത്മാവ് പുറത്തു വന്നു. ആ പിശാച് പറഞ്ഞ ഒരു ഡയലോഗ് പറയാനാ ഞാൻ ഈ ചരിത്രം ഇത്ര നീട്ടിപ്പരത്തി പറഞ്ഞു വന്നത്. ആ പിശാച് പറഞ്ഞ ഡയലോഗ് എന്നാന്ന് കേൾക്കണോ? ആ പിശാച് പറയുകയാണ്, പണ്ട് ഇവരെങ്ങനെയാ ജീവിച്ചത് അതുപോലെ ജീവിച്ചാൽ മതിയെന്ന്. പണ്ട് ഇവരെങ്ങനെയാ ജീവിച്ചത് അതുപോലെ ജീവിച്ചാൽ മതിയെന്ന്. ഇപ്പോൾ അവർക്ക് വണ്ടിയായി, ഇപ്പോൾ അവർക്ക് വീടായി, ഇപ്പോൾ അവർക്ക് വസ്തുവായി, ഇപ്പോൾ അവർക്ക് ആഹാരമായി, അതായി ഇതായി എന്ന് പിശാചങ്ങ് പറയുക. സ്തോത്രം. ഇവൻ നിമിത്തമാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇവനെ കൊണ്ടുപോകാനാ വന്നതെന്ന് അർത്ഥം മനസ്സിലായോ? നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ഒരുത്തനൊന്ന് രക്ഷപ്പെട്ടു വരുമ്പം, നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ഒരുത്തനൊന്ന് പച്ച പിടിച്ചു വരുമ്പം ഇവനിലൂടെ കാര്യങ്ങൾ തിരിയുമറിയും എന്ന് കണ്ടാൽ പിശാച് വാഴ വെട്ടിക്കളയുന്ന പോലെ അവനെ വെട്ടിക്കളയും. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ തലമുറകളോട് നോക്കി പറയാം. സ്തോത്രം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി പഠിക്കാനൊരു ബുദ്ധി ഇവനുണ്ടെന്നും അതിലൂടെ തലമുറ കയറി വരുമെന്ന് കണ്ടാൽ അവനെ വെട്ടിക്കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ പദ്ധതി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരുത്തനിലൂടെയും തല പൊക്കാൻ അനുവദിക്കാതെ വണ്ണം, ഒരുത്തനിലൂടെയും തല ഉയർത്താൻ അനുവദിക്കാതെ വണ്ണം, ഒരുത്തനിലൂടെ കുടുംബത്തിനകത്തുനിന്ന് ഒരുത്തൻ രക്ഷപ്പെട്ടു വന്നു എന്ന് കണ്ടാൽ അവനെ മറിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു, സ്തോത്രം, നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ഒരുത്തനും രക്ഷപ്പെടരുതെന്ന് പറഞ്ഞ് കയറി വരുന്ന ആ പാരമ്പര്യ ശക്തിയെ തകർക്കാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ കുടുംബങ്ങളിലും വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇവനിലൂടെയാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇവനെ തീർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് പകൽ സ്തോത്രം ആ പിശാച് അവനെ വിട്ടുപോയി. 2 ദിവസം വെയിറ്റ് ചെയ്തു ഇനി തലവേദന വരുമോയെന്നറിയാൻ വേണ്ടി. പക്ഷെ ഒരു പൊട്ട തലവേദന പോലെ അവന് വന്നില്ല. സ്തോത്രം. ഏതാണ്ട് കൊട്ടക്കണക്ക് മെഡിസിൻ ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ട് കളഞ്ഞു. കർത്താവ് അവന് വിടുവിച്ചു. പിന്നെ അവൻ്റെ അകത്ത് ഒരു ഭയം ഉണ്ടായിരുന്നു. ഭയം അവധിയും പറഞ്ഞ് വന്നിട്ട് പിന്നെ അവധി എടുത്തു. പിന്നെ ജോലി നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് പിന്നെ ഭയം. ഗൾഫിലെ കാര്യമല്ലേ. സ്തോത്രം. അവനെ സ്തോത്രം പേടിച്ചിട്ടാണെങ്കിലും അവൻ വിളിച്ചു ചോദിച്ചു, ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു കയറി വാടാന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ദൈവം തുറന്നതിനെ അടയ്ക്കാൻ ഒരു പാരമ്പര്യ പിശാചിന് സാധ്യമല്ല. ദൈവം തുറന്നതിനെ അടയ്ക്കാൻ ഒരു സാധ്യമല്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ പകൽക്കാലം സ്വയമെടുക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ കയറിപ്പോയി. സ്തോത്രം. ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ പറയാം. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം കർത്താവ് തിരിച്ചു കൊടുക്കും. ഞാൻ ഈ അടുത്തിടയ്ക്ക് ദുബൈയിലൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു ഫാമിലിയിൽ ഞാൻ മീറ്റിങ്ങിന് ചെന്നതാണ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നതാണ്. അപ്പോൾ വളരെ ചെറിയ ഒരു സെറ്റപ്പിൽ അവർ ജീവിക്കും. ചെറിയ ഒരു മുറിക്കകത്തുള്ള ജീവിതമാണ്. 2 പിള്ളേരും അപ്പനും അമ്മയും. അവരെന്നോട് കണ്ണുനീരോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയല്ല ജീവിച്ചിരുന്നത്. ദുബൈയിലെ വീടെടുത്ത് നല്ല വീടെടുത്ത് നല്ല സെറ്റപ്പിൽ ജീവിച്ചതാണ്. പക്ഷേ ഞങ്ങളെ തകർത്ത് കളഞ്ഞു പിശാച്. അതിൻ്റെ അർത്ഥം അവർക്ക് ആ പിശാചിനെ പിടിക്കാൻ പറ്റിയില്ല. അവർ രക്ഷപ്പെട്ടതാണ്, കയറി വന്നതാണ്, പക്ഷെ അവരെ തകർത്ത് കളഞ്ഞു. സ്തോത്രം. ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ അമ്മയുടെ അനിയത്തിനെ വിട്ട് അവർ ഇതുപോലെ തകരേണ്ടതാണ്. പക്ഷെ ആ പിശാച് പിടിക്കപ്പെട്ടു.
സ്തോത്രം. ഇന്ന് പകൽക്കാലം കുടുംബത്തിനകത്ത് നിന്ന് ഒരുത്തനിലൂടെ കയറി വരേണ്ടതാണ്. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയതിൻ്റെ പേരിൽ, ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചതിൻ്റെ പേരിൽ സ്തോത്രം നമ്മളും നമ്മുടെ തലമുറയും രക്ഷപ്പെടേണ്ടതാണ്. പക്ഷേ രക്ഷപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ രക്ഷപ്പെട്ടേക്കുമെന്ന് വിചാരിച്ച് കാലങ്ങൾ കൊണ്ട് കുടുംബത്തെയും തലമുറകളെയും പിടിച്ചു വെച്ചിരുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ആമേൻ നമ്മളെ വീണ്ടും ആക്രമിച്ചു. ഇന്ന് പകൽക്കാലം അങ്ങനെ സമ്പത്തിനെ തകർക്കുന്ന ആ ബാധ യേശുവിൻ്റെ നാമത്തിൽ ഒഴിയണം. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ഒരു ഭാഗം നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എനിക്ക് കൂടുതൽ നിയോഗമുള്ളത്. സ്തോത്രം. അതുകൊണ്ട് രണ്ടാമത്തെ ബാധയുടെ പേരാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സമ്പത്തിനെ തകർക്കുന്ന ബാധ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവെ, ആ ബാധ എന്നെ വിട്ടൊഴിയണം, എൻ്റെ തലമുറയെ വിട്ടൊഴിയണം, എൻ്റെ കുടുംബത്തെ വിട്ടൊഴിയണം. ആ പാരമ്പര്യത്തിൻ്റെ ശക്തി തകരണം. ഞങ്ങളാ കഷ്ടപ്പെട്ടു, ഞങ്ങളുടെ തലമുറകളും കഷ്ടപ്പെടത്തക്കവണ്ണം, ഞങ്ങളുടെ തലമുറകളും അങ്ങനെ ആയിപ്പോകത്തക്കവണ്ണം വ്യാപരിക്കുന്ന ഇരുളിൻ്റെ ശക്തികളെ സ്വർഗം വെട്ടിവിടണമെന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഒരു പുതിയ തലമുറ പൊങ്ങി വരട്ടെ. ഒരു പുതിയ തലമുറ യേശുവിൻ്റെ നാമത്തിൽ പൊങ്ങി വരട്ടെ. അത്തരത്തിലൊരു ദൈവപ്രവൃത്തി ഈ പകൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ കാണിക്കുന്ന അബദ്ധങ്ങൾ നമ്മുടെ തലമുറകളെ പിന്തുടരും. അതിൻ്റെ പരാജയങ്ങൾ തലമുറകളെ പിന്തുടരും. സ്തോത്രം. ഞാൻ എൻ്റെ കുടുംബത്തിലെ തന്നെ ഈ സംഭവം എല്ലാം പറയുന്നേ. സ്തോത്രം, ആമേൻ. എൻ്റെ സ്വദേശം ചേർത്തലയില, ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയില ടൗണിലാണ് താമസിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലം. എന്നാൽ ആ 5 സെൻറ്റിൻ്റെ സ്ഥലത്തോടു കൂടെ ഒരു 20-25 സെൻറ്റ് സ്ഥലം കൂടെ കിടപ്പുണ്ട്. നമ്മുടെ നാട്ടുകാർ പറയുന്ന ഒരു അലുവ കഷ്ണം പോലെ ഒരു 25 സെൻറ്റ് സ്ഥലം കൂടെ കിടപ്പുണ്ട്. ആ 25 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി, അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള കാശുമായിട്ട് എൻ്റെ അപ്പൻ മുതലാളിയുടെ അടുക്ക പോയതാണ്. അപ്പൻ്റെ കൂടെ 2 കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു. പോയതാണ്. അവിടെ ചെന്നപ്പോൾ മുതലാളിയില്ല. തിരിച്ചു വന്ന വഴിക്ക് കൂട്ടുകാരുടെ കൂടെ കയറി 2-3 വാട്ടീസങ്ങ് അടിച്ചു. അടിച്ചത് നിമിത്തം പൈസ എന്ത് ചെയ്തു? കുറച്ച് പോയി. പിന്നെ കുറച്ച് പോയ സ്ഥിതിക്ക് ബാക്കിയും കൂടെ എന്ത് ചെയ്തു? ചില ദിവസം കൊണ്ടുപോയി. എൻ്റെ അപ്പൻ അന്ന് ആ 25 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിരുന്നത് ഞങ്ങൾ ആ പട്ടണത്തിൽ ഒരു ജന്മിയായിട്ട് ജീവിച്ചാൽ കോടികൾ വില വന്നേനെ ആ വസ്തുവിന്. സ്തോത്രം. അപ്പൻ്റെ ബുദ്ധിമോശം, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്, പിതാക്കന്മാർ കാണിച്ച ചില ബുദ്ധിമോശങ്ങളും ചില അബദ്ധങ്ങളും ചില ശ്രദ്ധയില്ലായ്മകളും തലമുറകളെ വീണ്ടും അടുത്ത തകർച്ചയിലേക്ക് മാറ്റുമ്പോൾ ഇന്ന് പകൽ ഇതൊന്നും, ആ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരുത്താൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആമേൻ. താമസിക്കുന്നതൊന്നും അപ്പൻ കൊണ്ടല്ല, ദൈവം സമ്പാദ്യം. ശാപം പോലെ തുടരുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ പോകുന്ന
വചനത്തിൽ പറയുന്നത് പോലെ ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാവും. സ്തോത്രം. അത് ഏറ്റെടുക്കുന്ന ഒരു തലമുറ. ആമേൻ. സ്തോത്രം. ആമേൻ. സങ്കീർത്തനത്തിൽ പറയുന്നു, നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. ആരെക്കുറിച്ച് അത് പറയുന്നേ? സ്തോത്രം. ആമേൻ. 1-ാം സങ്കീർത്തന വാക്കല്ലേ? സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴിയിൽ പരിഹാസരിപ്പിടത്തിൽ ഓവിടെ ന്യായപ്രമാണം പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അവനെക്കുറിച്ച് പറയുക, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. സ്തോത്രം. ഞാൻ ദൈവജനം ശുശ്രൂഷ ഏറ്റവും കൂടുതൽ വഴക്ക് പറയും. ഞാൻ അങ്ങനെ പറഞ്ഞപ്പം ആ സിസ്റ്റർക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് വചന ശുശ്രൂഷ സമയത്താണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വചന ശുശ്രൂഷയുടെ സമയത്താണ് 75% വിടുതൽ നടക്കുന്നത്. സ്തോത്രം. വിടുതൽ നടക്കുന്നത് 75% ഈ വചന ശുശ്രൂഷയുടെ സമയത്താണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് ചോദിക്കുക, ആരാധന ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയാണ് വചന ശുശ്രൂഷ വെളിപ്പെടുന്നത്. അപ്പോൾ ആ വചനം അയച്ചാണ് അവൻ സൗഖ്യമാക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ വചനം അയക്കപ്പെടുന്നത് വചന ശുശ്രൂഷയിലാണ്. സ്തോത്രം. ഇന്ന് പകൽ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം, ഇവിടെ ഇരുന്ന് സ്തോത്രം പറയുമ്പം, ഇവിടെ ഇരുന്ന് ആത്മാവിലാകുമ്പോൾ ഈ വചനം ഈ 4 ഭിത്തിക്കകത്ത് ഒതുങ്ങി നിൽക്കത്തില്ല. ഈ വചനം നിന്റെ വീട്ടിലേക്ക് പോകും. സ്തോത്രം. നിന്റെ കുടുംബത്തിനകത്ത് ഒരുത്തനും തലപൊക്കത്തില്ലെന്നും പറഞ്ഞ് ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന ആ ഇരുട്ടിന്റെ ശക്തിയെ വചനം അവിടെ ചെന്ന് വെട്ടിയിരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയം. പകൽക്കാലം സ്തോത്രം. അങ്ങനെ സ്തോത്രം. അപ്പോൾ നമ്മൾ വചന ശുശ്രൂഷ ഭയങ്കര പ്രാധാന്യം കൊടുക്കണം. അത് ഒരു വാക്ക് പോലും മിസ്സാവരുത്. സ്തോത്രം. ഇപ്പം നമ്മളൊരു രോഗം ഡോക്ടറോട് പറയുന്നു. ഡോക്ടർ തിരിച്ച് നമ്മളോട് കുറേ കാര്യം പറയത്തില്ലേ? ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറോട് ഞാൻ കേട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അവരിങ്ങനെ കുണുകുണു പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. നമുക്ക് ഇട്ടോണ്ട് എന്ത് ചെയ്തോണം? കേട്ടോണം. നമ്മൾ ആ സമയത്ത് മൊബൈൽ നോക്കിയാലോ, ആ സമയത്ത് വേറെ ഏതെങ്കിലും വഴിക്ക് പോയാലോ, നിനക്ക് ഇട്ടോണ്ടേ കേട്ടാൽ മതി. ഡോക്ടർ പറയുമോ നിനക്ക് ഇട്ടോണ്ടേ? ആ പറയുന്ന നിൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് നമ്മുടെ നിത്യതയുടെ പ്രശ്നമാണ്. നമ്മുടെ ഭാവി നിശ്ചയിക്കുന്ന കാര്യമായി പറയുന്നത്. നാളെ നിന്റെ തലമുറ എന്തായി മാറും എന്നുള്ളതാണ് ഈ പറയുന്നത്. സ്തോത്രം. അത് കാര്യഗൗരവത്തിൽ കേൾക്കണം പ്രിയരെ. അപ്പം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത്, അമ്മയെ സമ്പത്തിനെ തകർക്കുന്ന ആ ബാധ ഇന്ന് പകൽ ഒഴിയണം. എത്ര പേർക്ക് അകത്ത് കൊതിയുണ്ട്? എത്ര പേർക്ക് അകത്ത് ഒരാഗ്രഹമുണ്ട്? സ്തോത്രം. ആ സ്പിരിറ്റിനെ കട്ട് ചെയ്താൽ മതി. ആ സ്പിരിറ്റിനെ കട്ട് ചെയ്യാൻ
ഈസ്റ്റിനെ ജയിക്കാൻ ഒരു അഭിഷേകം ഇന്ന് പകൽ ഓരോ കുടുംബങ്ങളുടെ മേലും വെളിപ്പെടട്ടെ. ആമേൻ. സ്തോത്രം.